പ്രസന്റ് ടെൻസ് കണ്ടാൽ പേടിയാണോ? സിമ്പിൾ പ്രസന്റ് ആണോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഫുൾ ക്ലിയർ. ടാർഗറ്റ് വെറും 10 മിനിറ്റിൽ ക്ലാസ് 8 ആൻഡ് 9 സ്റ്റുഡൻസിന് ഏറ്റവും ഈസിയായി പഠിക്കാം. റെഡിയാണോ? ലെറ്റ്സ് ഗോ! ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ടെൻസസ്. എക്സാമിലും ചോദിക്കും, സ്പീക്കിങ്ങിലും ഉപയോഗിക്കും. പക്ഷേ സ്റ്റുഡൻസ് കൺഫ്യൂസ് ആകുന്ന ഒരു വലിയ ഡൗട്ടുണ്ട്. ഐ പ്ലേ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഐ ആം പ്ലേയിങ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഡോണ്ട് വറി, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ലൈഫ് ടൈമിന് ക്ലിയർ ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഹാബിറ്റ്സ്, ഡെയിലി റുട്ടീൻസ്, ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ് പറയാനാണ്. പോയിന്റ് ടു നോക്ക്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിന് എസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കും. ഐ പ്ലേ ഫുട്ബോൾ, ഹീ പ്ലേസ് ഫുട്ബോൾ. കണ്ടോ ഡിഫറൻസ്? ഐനൊപ്പം പ്ലേ, പക്ഷെ ഹീ വന്നപ്പോ പ്ലേസ് ആയി. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ, ഷീ ഡ്രിങ്ക്സ് മിൽക്ക് ഡെയിലി. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എവ്രി ഡേ, യൂഷ്വലി, ഓൾവേസ്, ഓഫൻ. ഈ വേർഡ്സ് കണ്ടാൽ കൂടുതലായി സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓറഞ്ച്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടക്കുകയാണ് എന്ന ആക്ഷൻ പറയാനാണ്. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വേർബ് പ്ലസ് ing. ആം, ഈസ്, ആർ പ്ലസ് ing ഫോം. I am eating. She is dancing. They are studying. Right now നടക്കുന്ന ആക്ഷനാണ് ഇവ. ശ്രദ്ധിക്കണം. Now, right now, at the moment. ഈ വേർഡ്സ് കണ്ടാൽ പ്രസന്റ് കണ്ടിന്യൂസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന ഭാഗം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഹാബിറ്റാണ്, യൂഷ്വലി ക്രിക്കറ്റ് കളിക്കും. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ക്രിക്കറ്റ് കളിക്കുകയാണ്. ഹാബിറ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്. ഇപ്പോൾ നടക്കുന്ന ആക്ഷൻ ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്. യു ഓൾവേസ് പ്ലേ ഗെയിംസ്. ഹാബിറ്റ് ആയതിനാൽ സിമ്പിൾ പ്രസന്റ്. യു ആർ പ്ലേയിങ് ഗെയിംസ് നൗ. ഇപ്പോൾ കളിക്കുന്നതിനാൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഇത് ജനറൽ ഫാക്റ്റ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് റെയിനിങ് നൗ. മഴ ഇപ്പോൾ പെയ്യുകയാണ്. ഇനി എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഷോർട്ട് കട്ട്സ് മാത്രം മതി. പോയിന്റ് എവ്രി ഡേ, പോയിന്റ് യൂഷ്വലി, പോയിന്റ് ഓൾവേസ്, സിമ്പിൾ പ്രസന്റ്. പോയിന്റ് നൗ, പോയിന്റ് റൈറ്റ് നൗ, പോയിന്റ് അറ്റ് ദ മോമെന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. സെന്റൻസിലുള്ള സിഗ്നൽ വേർഡ്സ് നോക്കിയാൽ ടെൻസ് വളരെ ഈസിയായി ഐഡന്റിഫൈ ചെയ്യാം. ഇനിയൊരു ക്വിക്ക് ക്വിസ് ടൈം. ടൈമർ തുടങ്ങുന്നു. കറക്റ്റ് ആൻസർ പറയാൻ റെഡിയാണോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ 1. ഷീ ബ്ലാങ്ക് റീഡ് എ ബുക്ക് നൗ. നൗ എന്ന വേർഡ് ശ്രദ്ധിക്കൂ. 5, 4, 3, 2, 1. ഓക്കെ, കറക്റ്റ് ആൻസർ. യെസ്, ഷീ ഈസ് റീഡിംഗ് എ ബുക്ക് നൗ. നൗ ഉള്ളതിനാൽ പ്രസന്റ് കണ്ടിന്യൂസ്. ക്വസ്റ്റ്യൻ 2. He blank to school every. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. എവ്രി ഡേ ശ്രദ്ധിക്കണം. ഓക്കെ, കറക്റ്റ് ആൻസർ ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. എവ്രി ഡേ ആയതിനാൽ സിമ്പിൾ പ്രസന്റ്. വാവ്, നിങ്ങളിപ്പോൾ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഗ്രാമർ ബുദ്ധിമുട്ടല്ല. കറക്റ്റായി പഠിച്ചാൽ വളരെ ഈസിയാണ്. ഡെയിലി വെറും 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യും. എക്സാം മാർക്സും കൂടി ഇൻക്രീസ് ചെയ്യും. 100% പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിങ്ങൾക്കും ഇംഗ്ലീഷ് ഗ്രാമർ ഈസിയായി മാസ്റ്റർ ചെയ്യാം. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. കരിയർ നെസ്റ്റ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.